നമസ്കാരം. സാബുവും ജേക്കബ് സിംഗപ്പൂർ സിറ്റി എന്ന് സ്വയം അവകാശപ്പെടുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാബുവും ജേക്കബിന്റെ നാട്ടിലെ ഒരു വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. ഈ ഷെഡ് മിക്കവാറും ഒന്ന് പൊളിച്ചു നീക്കും. അതിനു മുമ്പ് എന്താണ് കാരണമെന്ന് നമുക്ക് ചോദിക്കാം. വാ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഈ കാത്തിരിപ്പ് കേന്ദ്രം 2020 പൊളിച്ചു നീക്കാനായിട്ട് ഒരു അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയെന്ന് കേട്ടു. അതിപ്പോ ഇന്ന് അങ്ങനെ പറഞ്ഞു കേട്ടു. ഞാനിവിടെ ഈ സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞത്. ഒരു ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നേ. ആ ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, ഇതിൽ വലിയൊരു ആശ്വാസമായി ഇതിങ്ങനെ വന്നത്. ആരാണെങ്കിലും അവര് ദൈവം തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കൈ കൂപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് അധികം നേരം ദൈവം തുണയ്ക്കില്ല, ഇത് പൊളിക്കാൻ പോവാന്ന് ഇവിടെ പറഞ്ഞു കേട്ടതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞത് ആരാണ് അങ്ങനെ അതിന് കമ്മിറ്റി കൂടി ഇരിക്കണമെങ്കിൽ അത് പൊളിക്കാൻ വേണ്ടി കമ്മിറ്റി അവര് ഗുണം പിടിക്കാണ്ട് പോകുള്ളൂ, അത്ര ദുഷ്ടതയാണ് അവർ ചെയ്യണേന്ന് ആ ചേട്ടൻ പറഞ്ഞു. ആ ചേട്ടൻ അടുത്ത ദിവസം കയറി പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോയതാ. ഹോസ്പിറ്റലിൽ അങ്ങർപ്പടി അവിടെ കളമശ്ശേരി പോയി കഴിഞ്ഞാൽ തന്നെ എത്ര ബസ് മാറി കയറി ആകെ തളർന്ന നമ്മൾ ഇവിടെ ഇറങ്ങി ഇപ്പോൾ വീട്ടിലേക്കുള്ള ബസ് കാത്ത് നിൽക്കണ വഴിയാണ് ഇത്. ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്കൊരു കടയിൽ പോലും കയറി നിൽക്കാൻ പറ്റില്ല. ഇതിന്റെ ബാക്കിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു നമുക്കൊരു ചന്ത ഉണ്ടായിരുന്നു. വളരെ പഴക്കമുള്ള ചന്തയാ. മീനുകളൊക്കെ മേടിക്കാനായിട്ട് പുറത്തുനിന്നൊക്കെ അവിടെ ആളുകൾ വരുമായിരുന്നു. ഞാൻ 30 വർഷമായിട്ട് ഇവിടെ സ്ഥിരതാമസമുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നത് ആ ചന്ത പൊളിച്ചോടുകൂടി അതിന് മുമ്പിലുണ്ടായിരുന്ന ടീഷർട്ട് സംവിധാനങ്ങളൊക്കെ പോയി. തീർത്തും നമ്മൾ ഈ ആശുപത്രികളിൽ നിന്ന് വന്നവർ അവിടെ പട്ടിമറ്റത്ത് ഹോസ്പിറ്റലുണ്ട്. പട്ടിമറ്റത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നവർക്ക് ഈ പറഞ്ഞ കണക്ക് ഇവിടെ വരാണ്ട് അവർക്ക് അടുത്ത ബസ് കയറി പോകാൻ പറ്റുക. അപ്പൊ അവരും ആകെ ഇതല്ല, ഈ സ്കൂൾ കുട്ടികൾ എന്ന് വേണ്ട എല്ലാവരും ഈ പൊരി വെയിലത്ത് നെട്ടോട്ടോട്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇപ്പോഴത്തെ വെയിൽ കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു ഇത് നോക്കിക്കേ, ഇപ്പൊ മുകളിലേക്ക് നോക്കിയാൽ എന്തേ സൂര്യനെ നമുക്ക് കാണാം. അപ്പൊ ഇത്രയും 4 ഓലയാണ് നമുക്ക് ഈ മുകളിലുള്ളൂ. ഇത്രയും ഒരു ചെറിയൊരു സംവിധാനം, അതിന്റെ കാലുകൾ പോലും കുഴി പോലും കുഴി. ഇതൊക്കെ പൊളിക്കാൻ പോവാന്ന് പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിയാണോ? ഒരു പഞ്ചായത്തൊക്കെ ഈ അനീതിക്ക് കൂട്ടി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു അനീതി ലോകത്തിന്റെ ഏതെങ്കിലും കൊണ്ടിലുണ്ട്? നമ്മളൊക്കെ പല സ്ഥലങ്ങളിലൂടെയും പോകുമ്പോ എവിടെയും ഇങ്ങനെ ചെറിയ ചെറിയ തണലിടങ്ങൾ നമുക്ക് കാണാം. ഓല കൊണ്ടും പനയോല കൊണ്ടും ഒക്കെ വെച്ചതൊക്കെ, ചിലവർ ഫ്ലെക്സ് ഒക്കെ മുകളിൽ വെച്ച്, അതൊക്കെ വിവിധ സംഘടനകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, വായനശാലകളൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. അതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അത് ആളുകൾക്കൊരു തണലേകാനാണ്. അതൊന്നും നമ്മൾ പൊളിച്ചു കളയാനും ചോദ്യം ചെയ്യപ്പെടാനും ഉള്ളതൊന്നുമല്ല. അതൊക്കെ ഒരു ഇടങ്ങളാണ് മനുഷ്യന്റെ. അപ്പൊ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു തണലിടം ഒരുക്കുകയും അത് തൊഴിലാളികളാണ് ഇത് മുഴുവൻ ഒരുക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ തൊഴിലാളികൾ ഈ കഷ്ടപ്പെട്ട് മറ്റുള്ളവന് വേണ്ടിയിട്ട് ഒരു തണലിടം ഒരുക്കി അത് പൊളിച്ചു കളയാനായിട്ട് ഒരു കമ്മിറ്റിയൊക്കെ കൂടിയെന്ന് പറയുമ്പോൾ അനീതിയാണ്, കൊടിയ അനീതിയാണ് ഈ കിടക്കുമ്പോഴത്ത് നടന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും. വളരെ നമുക്ക് അതിനകത്ത് വളരെ വിഷമമുണ്ട് കേട്ടോ. ഇവിടെ സ്കൂൾ കുട്ടികളെ 2 സ്കൂളിലെ ബേദലേം ഹൈസ്കൂളിലെയും കോറിലോസ് ഹൈസ്കൂളിലെയും, കോറിലോസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് ബസ്സിന് കയറി പോകുന്നത്. തൊട്ടപ്പുറം ആ തണലത്താണ് നിൽക്കണേ. ബസ് വരുമ്പോൾ അതുങ്ങൾ വട്ടൊഞ്ഞ് ചാടും. നമ്മളെ അന്തം വിട്ടുപോയി. കുഞ്ഞുങ്ങൾ 8-10 കുഞ്ഞുങ്ങൾ ഒപ്പം ചാടണേ. ആ സമയത്തായിരിക്കും ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ 2 സൈഡിലും. ഏത് സമയത്തും ദാരുണമായ ഒരു അപകടം ഇവിടെ ഉണ്ടാവാം. അത് മനസ്സിലാക്കിയാണ് ആർട്ടിസാൻസ് എന്ന സംഘടന അവരൊരു തീരുമാനം എടുത്തു. നമുക്കിവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം വേണം എന്നൊരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ അതിനെ പറ്റുന്ന നിലയിൽ അതിന് വേണ്ട പ്രോത്സാഹനവും കൊടുത്തു. അങ്ങനെയാണ് ഇത് വന്നത്. ഇപ്പം മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി ഈ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സിറ്റിംഗ് ഒരു കമ്മിറ്റി കൂടുകയാണെന്ന് പറഞ്ഞത്. ആ സിറ്റിങ്ങിന് കൊടുക്കുന്ന ചെലവിൻ്റെ പകുതി വേണ്ട, അവർക്കൊരു ചെറിയ ഷെഡ് ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ ആർക്കും വിരോധമുണ്ട്. ഞങ്ങൾക്കിതിവിടെ നിലനിർത്തണമെന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. ആരെങ്കിലും അവരൊരു ഷെഡ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അവര് ഇതിനകത്ത് സിംഗപ്പൂർ സിറ്റി പണിയുന്നൊക്കെയാ പറയണേ. എന്താവട്ടെ, പണിയട്ടെ. ആ സമയത്ത് അത് അവർ മാറ്റിക്കൊണ്ട് അവർ പണിതോട്ടെ, ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇതൊരു നീതിയുടെ വിഷയമാണ്, ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യകരമായ വിഷയമാണ്. ആ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സമൂഹം ഒന്നാകെ അതിൻ്റെ പുറകിലുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ ഞങ്ങൾ അതിനെ കാണുന്നു. ഇന്നിപ്പോ പഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗമൊക്കെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒക്കെ കൂടിയാണല്ലോ പണിത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു പണിയാനുള്ള കാരണം? എന്തായിരുന്നു ഇത് പണിയാനുള്ള കാരണം? ഞങ്ങൾ ആർട്ടിസാൻസ് യൂണിയൻ എന്ന് പറയുന്ന അസംഘടിത തൊഴിലാളികളുടെ ഒരു സംഘടനയാണ്. അത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം അവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത സംഘടനയ്ക്കുണ്ട്. ആ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ കിഴക്കമ്പലത്തെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം ഈ പ്രദേശത്ത് ഇവിടെ വെയിറ്റിംഗ് ഷെഡ് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അത് പൊളിച്ചു മാറ്റി ഇവിടെ നല്ല വെയിൽ, കാരണം ഇപ്പോൾ അറിയാലോ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന 37-38 ഡിഗ്രി ചൂടുള്ള ഒരു സമയത്ത് നിരവധിയായ പ്രായമായവരും വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷ തുടങ്ങി, സ്വാഭാവികമായിട്ട് ഉച്ച സമയത്ത് വിദ്യാർത്ഥികൾ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്.
ഇവരൊക്കെ ഈ വെയിലത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അപകടമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യൂണിയൻ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ തണലൊരുക്കുക. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഇതിനുള്ള ശേഷിയുള്ളൂ. സ്വാഭാവികമായിട്ടും കുറച്ച് മുളയും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ചെറിയ സൗകര്യം ഒരുക്കി കൊടുത്തു. ഇത് രസകരമായ ഒരു കാര്യം, ഞങ്ങളിതിന്റെ തൊഴിലാളികൾ പണി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഇത് കെട്ടാൻ തുടങ്ങിയത്. രാത്രി ഒരു 10 ആയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കെട്ടിത്തീർത്തു. ആ തൊഴിലാളികൾ വീട്ടിൽ ചെന്ന് ഉറങ്ങി രാത്രി ഒരു 11:30 ആയപ്പോൾ അവർക്ക് ഫോൺ കോൾ വന്നിരിക്കുകയാണ് പട്ടിമറ്റം സ്റ്റേഷനിൽ നിന്ന്. എന്താ, പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് ഉടനെ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പങ്കെടുത്ത തൊഴിലാളികൾക്ക് കത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ അതിശയിച്ചു പോയി. കാരണം ഒരു നിയമവിരുദ്ധ പ്രവർത്തനം യാതൊരു കാര്യമില്ല, ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയതിന് രാത്രി വിളിച്ചേക്കാം. അപ്പൊ തന്നെ പോലീസിനോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഏതായാലും വേറൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളത് പൊളിക്കാനും പോണില്ല. കാരണം പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചു, ഉടനെ അത് പുറത്തു മാറ്റുന്നു പറഞ്ഞു. ഞങ്ങൾ പൊളിക്കാൻ സൗകര്യമില്ലാന്നും പറഞ്ഞു അത് പിരിഞ്ഞു പോയി. ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത് കിഴക്കുപലം പഞ്ചായത്ത് അടിയന്തര പ്രാധാന്യത്തോടെ ഒറ്റ അജണ്ടയുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. വേറെ നമുക്കറിയാം, ഒരു അടിയന്തര പ്രാധാന്യത്തോടെ ഒരു കമ്മിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കാം, പെട്ടെന്നൊരു അപകടം സംഭവിക്കാം, അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സ്വാഭാവികമായും അടിയന്തര കമ്മിറ്റി കൂടേണ്ടതുണ്ട്. ഇതിന് എന്ത് അടിയന്തര പ്രാധാന്യമെന്ന് ഇവിടുത്തെ ഈ കിഴക്കമ്പലത്തെ ജനങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം എന്ത് അടിയന്തര പ്രാധാന്യമാണ് ഈ ഒറ്റ അജണ്ട വെച്ച് ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഒരു കാര്യമില്ല, ഒരു ലക്ഷ്യവുമില്ല. ഈ ജനത്തിന് തണലേകുക എന്ന ഒറ്റ സാമൂഹ്യ പ്രതിബദ്ധത മാത്രം കണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇത് പൊളിക്കാൻ വരികയോ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ ഇവിടുത്തെ ജനം, ഈ കിഴക്കമ്പലത്തെ ജനം ഒന്ന് തീരുമാനിക്കണം, ഇതിനകത്ത് ഈ ഏത് പക്ഷത്താണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നിൽക്കുന്നത്? ജനങ്ങളുടെ പക്ഷത്താണോ? അവർക്ക് ഇത്തരത്തിലൊരു തണലേകുന്നതിന് എതിർക്കുകയാണോ ചെയ്യേണ്ടത്, അത് പൊളിച്ചു മാറ്റുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഇതിന്റെ സംഘടന, ഇതിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ ഒരു പ്രതീതി എന്ന രീതിയിൽ എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. ഇത് പൊതുവെ 2020 എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ സംഘടന നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രചരണത്തിലൂടെ വലിയ കാര്യങ്ങളാണ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നാളുകളായിട്ടുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും അതോടനുബന്ധിച്ചുള്ള വെയിറ്റിംഗ് ഷെഡും ഒക്കെ പൊളിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയണ്ടല്ലോ. എത്തിപാറുന്ന വെയിലത്ത് 100 കണക്കിന് കുട്ടികൾ ഇവിടുന്ന് കയറിപ്പോകുന്നു. ചെറിയൊരു ആശ്വാസം. ഇനി ഇതിനൊരു ബദലുണ്ടാക്കിയിട്ട് അത് പൊളിച്ചു കളയുന്നതിന് നമുക്ക് വിരോധമില്ല. മറിച്ച് ഇതിനൊരു ബദലുണ്ടാക്കുന്നതിന് മുൻപ് ഇത് പൊളിച്ചു കളയണം എന്ന് പറയുന്നത്, ഇവര് സജീവൻ പറയുന്ന പോലെ ഏത് പക്ഷത്താണ് ഇവര് നിൽക്കുന്നത്? ഇവരെപ്പോഴും മനുഷ്യരുടെ വിരുദ്ധ പക്ഷത്താണ് നിൽക്കുന്നത്. ഇതിപ്പോ ആ ബോർഡങ്ങ് മാറ്റിയെങ്കിൽ അതാ മാറ്റണമെങ്കിൽ അത് ഞങ്ങൾ മാറ്റുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ ജനം കാണട്ടെ. ഇന്ന് അടിയന്തര പ്രാധാന്യമുള്ള പഞ്ചായത്ത് കമ്മിറ്റി മുൻകൂടെ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിലാ ഒരു 4 മുളങ്കോല് വെച്ച് കെട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ചെറിയൊരു സാധനം പൊളിച്ചു മാറ്റാൻ വേണ്ടി അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നൊക്കെ പറഞ്ഞാല് ഇത് നിങ്ങളെപ്പോലുള്ള ആളുകൾ പുറം ലോകത്തെത്തിച്ചാൽ കിഴക്കമ്പലത്ത് നടക്കുന്നത് ഈ സമൂഹത്തിൽ എല്ലായ്പ്പോഴും, ഇതിനെ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ അപകട സ്ഥലത്ത് പോലും കയറിപ്പോകാതെ കിഴക്കമ്പലത്തെ ആളുകൾ 2 ചേരികളിലായി. ഒന്ന് മുതലാളി പക്ഷത്ത് ഉള്ള കണ്ണടച്ച ഒന്നും അറിയാത്ത കുറേ ആളുകളും അതിനെ എതിർക്കുന്നവരും എന്ന രീതിയിൽ കിഴക്കമ്പലത്തെ സമസ്ത മേഖലയിലും കല്യാണം ഉണ്ടായാൽ, മരണം ഉണ്ടായാൽ, അപകടം ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹകരിച്ചു പോകേണ്ട ആളുകൾ അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ നേരത്തെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് പൊളിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ കാത്തിരിപ്പ് കേന്ദ്രം കൂടി ഇല്ലാതായി. പിന്നെ ഈ പൊരി വെയിലത്ത് നിന്നാണ് ഇവിടെ കുട്ടികളും അതുപോലെ തന്നെ പല ആളുകളും ഒക്കെ ബസ് കയറിയിരുന്നത്. അപ്പം അവർക്കൊരു തണലാകട്ടെ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയ ഒരു കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഈ കാത്തിരിപ്പ് കേന്ദ്രം പൊളിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 2020 തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതാണ് സിംഗപ്പൂർ സിറ്റി എന്ന് സാബു എം ജേക്കബ് അവകാശപ്പെടുന്ന കിഴക്കമ്പലത്തെ നേർക്കാഴ്ച എന്ന് പറയുന്നത്. ഇതൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ല. എന്തായാലും ഇത് പൊളിക്കുന്നതിൽ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതായത് വെയിലത്ത് നിന്ന് തന്നെ ആളുകൾ ബസ് കയറട്ടെ എന്ന് ഇവിടുത്തെ ഭരണസമിതി തീരുമാനമെടുത്താൽ അമ്പേ പരാജയം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.